മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ 2 ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ മഹാസഭ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകിട്ട് 3 മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുക, കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വിളയൂർ പഞ്ചായത്തിലെ 150 വീട്ടുമുറ്റങ്ങളിൽ ഒരേ സമയം സഭകൾ ചേരും. സമ്പൂർണ്ണ ശുചിത്വ പരിപാടികൾ, സമ്പൂർണ്ണ ആരോഗ്യം എന്നീ 2 ജീവൽ പ്രശ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് സഭ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബൃഹത്തായൊരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും, അതായത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 160ഓളം മഹാസഭകൾ, ശുചിത്വ മഹാസഭകളാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുജന ആരോഗ്യ സംരക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, പിന്നെ വിദ്യാർത്ഥികൾ, ഇങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്ടോബർ 2 160 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി നാരുകളടങ്ങിയ ഭക്ഷണ ലഭ്യതയ്ക്കായി പഴം, പച്ചക്കറി കൃഷി ഉൽപാദന സാധ്യതയുള്ള എല്ലാ വീടുകളിലും കൃഷി ആരംഭിക്കും. കൃഷിഭവൻ ഇതിനായി പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. നമ്മൾ ഒരു കുറേ കാലത്തേക്ക് ആളുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം വ്യക്തി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും, ഇങ്ങനെ വലിയൊരു ലക്ഷ്യമാണ് നമ്മളിതിന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്ക് ആരോഗ്യ പരിശോധന, കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല, ക്യൂർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിയന്ത്രിക്കാനുണ്ട് എല്ലാവരിലും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തുക. അതുപോലെ എല്ലാവരിലും ആരോഗ്യ വിദ്യാഭ്യാസം, പല ആളുകൾക്ക് അറിവുണ്ട്, അറിവില്ലാത്ത ആളുകളില്ല, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്കൊരു ബോധം ഉണ്ടാക്കുക. കൃത്യമായ വ്യായാമം, കൃത്യമായ ചിട്ടകളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി അതിൽ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി അടുക്കള മാലിന്യങ്ങൾ ബയോ ബിന്നുകൾ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റി വളലഭ്യത ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാത്രമല്ല, പാചക രീതികളും ശീലങ്ങളും വീട്ടുമുറ്റങ്ങളിൽ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമീകൃതാഹാര പാചക ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വ്യായാമ രീതിയിലും കടുത്ത സമീപനങ്ങളും രീതികളും ആവിഷ്കരിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിലെ അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. ഓരോ വീട്ടുമുറ്റവും പരിപാടി തയ്യാറാക്കുന്നതോടൊപ്പം സമ്പൂർണ്ണ നിർണയ ക്യാമ്പയിനും നടത്തും. ഇതിനായി പ്രത്യേകം ചുമതലക്കാരെ നിശ്ചയിച്ചാണ് സഭകൾ അവസാനിക്കുക. ഓരോ സഭയിൽ നിന്നും ഭക്ഷണം, വ്യായാമം, കൃഷി എന്നിവയ്ക്ക് ചുമതലക്കാരെ നിശ്ചയിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പൊതുജനാരോഗ്യ ആക്ട്, ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നീ വിഷയാവതരണങ്ങൾ ആരോഗ്യ ശുചിത്വ മഹാസഭയിൽ നടത്തുമെന്നും വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, സെക്രട്ടറി AM നാരായണൻ, പ്രൊജക്ട് കൺവീനർ PS പ്രേംചന്ദ്, ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി, ADS PK അമ്പിളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.